എല്ലാവരും അങ്ങനെ പോകുന്ന സുഖമല്ലേ? ഓക്കെ, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ പറയണത് തന്നെ ഇതൊരു ഗെയിമിംഗ് വീഡിയോ അല്ല. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാണ്ട്. എനിവേ, എനിക്കിപ്പോൾ കണ്ട് സംസാരിക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു കൊല്ലമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള മൈൻക്രാഫ്റ്റ് വീഡിയോസ് മാത്രമാണ്. അതായത് എൻ്റെ ചാനലിൽ 90% ഓഫ് ദ വീഡിയോ മൈൻക്രാഫ്റ്റ് പറഞ്ഞ ഗെയിമായിട്ട് ബേസ് ചെയ്തില്ല. അതിന് ഇടയ്ക്കൊരു GTA 5 ഉണ്ട്, പിന്നെ ഇടയ്ക്കൊരു ക്ലാഷ് ഓഫ് ക്ലാൻസ് ഉണ്ട്. അങ്ങനെ റയറായിട്ട് ഞാൻ വേറെ ഗെയിംസ് വെച്ചിട്ടുള്ളൂ. ആൻഡ് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാം. അതായത് വെറും മൈൻക്രാഫ്റ്റ് മാത്രം ഈ ചാനൽ കളിച്ചാണ്ട് ഇനി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെനിക്ക് കറക്റ്റായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ റീസൺ വെച്ചാൽ സാച്ചുറേഷൻ. ഉദാഹരണത്തിന് പറയണമെന്നുണ്ടെങ്കിൽ ഈ മൈൻക്രാഫ്റ്റിന് സീലിംഗ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ടോട്ടൽ 45 മില്യൺ പീപ്പിൾസ് ഉണ്ട്. അത് വേൾഡ് വൈഡ് ഇപ്പോൾ ടോട്ടൽ ഏകദേശം 45 മില്യൺ ടു 48 മില്യൺ മലയാളീസ് ഉണ്ട്. അതിൽ ഗെയിമേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 മില്യൺ ആൾക്കാരുണ്ടെന്ന് കൂട്ടിക്കോ. ചിലപ്പോൾ 10 മില്യൺ ടു 15 മില്യൺ, എക്സാക്ട്ലി എനിക്ക് ഞാൻ സെൻസേഷൻ എടുക്കാൻ പോകണമെന്നില്ലല്ലോ. എൻ്റെ ആ നമ്പറിൽ തന്നെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ 2025 കാര്യമാണ് വളരെ കുറവാണ്. ആ 50 മില്യൺ ഒരു 1 മില്യൺ ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ടാവുള്ളൂ. ഞാൻ ഒരിക്കലും ഈ ഗെയിമിനെ താഴ്ത്തി കിട്ടുമോ ഒന്നുമല്ല പറയണത്. വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈൻക്രാഫ്റ്റിന് അത്രയും ഓഡിയൻസും അത്രയും പ്ലേയേഴ്സും ഉണ്ട്. പക്ഷേ കേരളത്തിൽ മൈൻക്രാഫ്റ്റ് വരുമ്പോൾ അത് ഇത്തിരി സാച്ചുറേറ്റഡ് ആണ്. എനിവേ, എപ്പോഴും സ്റ്റിൽ ഗ്രേറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. സുധി, FTT പോലത്തെ ഗ്രേറ്റ് ക്രിയേറ്റേഴ്സ് ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്കറിയില്ല, എനിക്കിപ്പോൾ എന്തോ ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരാൾ കൊണ്ടുവന്ന് ബിരിയാണി വന്നു, രണ്ടാമത്തെ ദിവസം സെയിം ബിരിയാണി വന്നു, ചിലപ്പോൾ നിങ്ങൾ കഴിക്കും. മൂന്നാമത്തെ ദിവസം തന്നെ ചിലപ്പോൾ നിങ്ങൾ കഴിക്കും. നാലാമത്തെ ദിവസം സെയിം ബിരിയാണി, അഞ്ചാമത്തെ ദിവസം സെയിം ബിരിയാണി, നിങ്ങളത് കഴിക്കും? ഇല്ല, നിങ്ങൾക്കത് മടുത്തു തുടങ്ങും. ഏതൊരു ഗെയിമിനും സത്യം പറഞ്ഞാൽ ഒരു പോയിന്റ് ഉണ്ട്. ഇനിയിപ്പോൾ ചില ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ ഹാർഡ് കോർ ചത്തതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറയുന്നത്. അല്ലല്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻസ് എന്തൊക്കെയാണ് ഞാൻ വെച്ചാൽ, നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് അല്ലാതെ വേറെ ഗെയിംസ് ഒന്നെങ്കിൽ ഈ ചാനൽ ട്രൈ ചെയ്യണം. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ എൻ്റെ ചാനലിലുള്ള 90% ആൾക്കാർ മൈൻക്രാഫ്റ്റ് ഓഡിയൻസ് ആണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഞാൻ ഇപ്പോൾ മൈൻക്രാഫ്റ്റിൽ ഒന്നാമത് എനിക്ക് വേറെ ഗെയിംസ് ട്രൈ ചെയ്യണമെന്നുണ്ട് വിത്ത് ഫേസ് ക്യാം കമൻറ്ററിൻ്റെ ഈ ഒരു സ്റ്റൈൽ വെച്ചാണ്ട്. അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ലോങ് മാസീവ് ഓഡിയൻസിനെ കിട്ടാനൊരു വഴിയുണ്ട്. കുറച്ചും കൂടെ ബ്രോഡ് നീഷ് സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ ഒരു കണ്ടന്റ് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ 24 hours നോ സ്ലീപ്പ് നോ ഫുഡ്. ഈ ടൈപ്പ് കണ്ടന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് കുറച്ചും കൂടെ ബ്രോഡ് ഓഡിയൻസ് ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് വീഡിയോസ് പറഞ്ഞാൽ നമ്മൾ ഈ സാച്ചുറേറ്റഡുള്ള ഈ ഒരു ഓഡിയൻസിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ടൈപ്പിലെ വീഡിയോസ് പറഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ടൈപ്പ് കണ്ടന്റ് ആയിക്കാരം ഈ ടൈപ്പ് കണ്ടന്റ്സ്. പക്ഷേ ഇവിടെ പ്രശ്നം വെച്ചാൽ നമ്മളെ കേരളത്തിലും കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ടെക് ചാനലാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഒരു ടോപ്പ് ക്രിയേറ്റർ ഉണ്ട്, ഷസാമണനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു മൂവി റിവ്യൂ ചാനലാണെന്നുണ്ടെങ്കിൽ അതിന് ഓൾറെഡി ഒരു ടോപ്പ് ക്രിയേറ്റർ ഉണ്ട്. ആരുണ്ട്? അശ്വന്തുകൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ റിയാക്ഷൻ ബേസ്ഡ് ചാനലാണെന്നുണ്ടെങ്കിൽ അതിന് ഓൾറെഡി ടോപ്പ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അർജി ഉണ്ട്. ലൈവ് സ്ട്രീമിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഓൾറെഡി ടോപ്പ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, തൊപ്പിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാത്തിലും കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് ഇതിലൊരു ഗ്യാപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പണ്ട് ഈ റിയാക്ഷൻ വീഡിയോ, റോസ്റ്റിംഗ് വീഡിയോ എന്ന് പറഞ്ഞ ടൈപ്പ് കണ്ടന്റ് ഒന്നും ആരും ചെയ്തിട്ടില്ലേ. പക്ഷേ ആ ടൈമിൽ ആ ഗ്യാപ്പ് തിരിച്ചറിഞ്ഞിട്ട് ആരും ഒന്നും അർജും അക്ഷയ് വ്ളോഗറും അതിനനുസരിച്ച് ചെയ്തപ്പോൾ ഓർക്ക് ആ ടൈമിൽ ഒരു നല്ലത് പോയി. അപ്പോൾ വെച്ചാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു നീസിലൊരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്നില്ല, സത്യം പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഒരുവിധം എല്ലാ ടോപ്പ് നീസിലും ടോപ്പ് ക്രിയേറ്റേഴ്സ് ആയിക്കഴിഞ്ഞു. വ്ളോഗിങ്ങിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എനിവേ, ഞാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വല്ലാതെ ഒരു ഫാമിലി ഫ്രണ്ട്ലി ചാനലായിട്ട് ഇത് കൊണ്ടുവരാൻ താല്പര്യമില്ല. നമ്മളൊരു ഏജ് കാറ്റഗറി ഒരു 15 to 25 ഏജ് കാറ്റഗറി, അതാണല്ലോ നമ്മൾ ഓഡിയൻസ് കാരണം കൂടുതലും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് ഈ ചാനൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കണമെന്നുണ്ട്, കുറച്ച് ബ്രോഡർ ഓഡിയൻസിന് വേണമെന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഞാനിപ്പോൾ ഇനിയിപ്പോൾ മൈൻക്രാഫ്റ്റ് മാത്രമായിട്ട് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് കരിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2.3 2.32K സബ് ഒരു 10K ഒതുങ്ങും. പക്ഷേ എനിക്ക് അതിൽ കൂടുതൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി, അതിൽ കൂടുതൽ വലിയൊരു ക്രിയേറ്റർ ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ വെച്ചാൽ പിന്നെ ചില ആൾക്കാർ പറയും ഇനിയിപ്പോൾ ഗെയിമിംഗ് അല്ലാതെ അതിൻ്റെ പുറമല്ല കണ്ടന്റ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു സെക്കൻഡ് ചാനൽ ഉണ്ടെങ്കിൽ കൂടെ അടാ ടഫാണ്. കാരണം ഓൾറെഡി ഈ ചാനൽ മോണിറ്റൈസേഷനൊക്കെ കിട്ടി. ഒരു ചെറിയ ക്രിയേറ്ററിനെ സമയത്തോളം മോണിറ്റൈസേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വർക്ക് ചെയ്താൽ മാത്രം കിട്ടാവുന്ന കാര്യം. 4000 വാച്ച് ഹവേഴ്സ് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഇതിപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന് അത് സിമ്പിൾ ആയിക്കാരം. പക്ഷേ ഇന്നെപ്പോലെ ഒരു ബിഗിനറാവും ഒരിക്കലും എളുപ്പമല്ല. വിശ്വാസമല്ല, ഒരു പുതിയൊരു ചാനലൊക്കെ തുടങ്ങി വെക്കുക. എനിവേ, അപ്പോൾ എനിക്ക് ഇനി കുറച്ച് ബ്രോഡർ ഓഡിയൻസ് കിട്ടുന്നത് എന്തെങ്കിലും അഭിപ്രായം, അതാണ് ഞാൻ ചോദിക്കണത്. ഇന്നിപ്പോൾ എന്തെങ്കിലും അഭിപ്രായം, ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? അതായത് എൻ്റെ ഈ ടോക്കിംഗ് സ്റ്റൈൽ, എൻ്റെ ഈ ക്യാരക്ടറിനൊക്കെ പറ്റിയ ഏതൊരു നീഷ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്ക് വേണ്ടിയിട്ട്? അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കണ്ട എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതായത് എനിക്ക് ഏത് നീഷ് ആണ് നിങ്ങൾക്ക് താല്പര്യം, ഏത് നീഷാണ് ഞാൻ ചെയ്ത് കാണാൻ നിങ്ങൾക്ക് താല്പര്യം. പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മൂവി റിവ്യൂ ചെയ്യണ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. കാരണം എനിക്ക് പൊതുവേ ഈ മൂവീസിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ നല്ലോണ്ട്. അത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട്. പിന്നെ ഗെയിമിംഗ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ മൈൻക്രാഫ്റ്റിലായിട്ട് മാത്രം ഒതുങ്ങാനും എനിക്ക് താല്പര്യമില്ല. ഇവർ തന്നെ ടാസ്ക് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഓൾറെഡി ഇല്ല ഈ മൈൻക്രാഫ്റ്റ് ഓഡിയൻസിനെ കൊണ്ടും നമുക്ക് നമ്മൾ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് കൈൻഡ് ഓഫ് കണ്ടന്റ് നമുക്ക് കാണിക്കണം. ഞാൻ പറഞ്ഞ വെച്ചാൽ ഗൈസ് ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. നിങ്ങൾ ആദ്യം ഒരൊറ്റ കണ്ടു നോക്ക്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ സ്വിച്ച് ചെയ്തോ. ആദ്യം ഞാൻ ഇടുന്ന ഈ ടൈപ്പ് കണ്ടന്റ്സ് നിങ്ങൾ കണ്ടു നോക്ക്. പക്ഷേ ബ്രോഡർ അപ്പീലില്ല കണ്ടന്റ് കാര്യം ഇനി ചെയ്യാൻ പോണത്. ശരിയാണ്, ഫസ്റ്റ് ചിലപ്പോൾ എനിക്കിതൊരു ഡൗൺഫോൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഓഡിയൻസ് ചിലപ്പോൾ ഇത് ഈ കണ്ടന്റ് കൺസ്യൂം ചെയ്യുമോ ഇല്ല എന്നൊരു ഡൗട്ട് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ നാളെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് കണ്ടന്റ് ചെയ്ത് തുടങ്ങിയിട്ട് പെട്ടെന്ന് റാൻഡം ആയിട്ടൊരു വീഡിയോ ഇടാം. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു ബാധ്യത ഉണ്ട്. നിങ്ങളാണല്ലോ അറ്റ്ലീസ്റ്റ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ വരെ എത്തിയപ്പോഴൊക്കെ ഇതുവരെ ഇല്ല നിങ്ങളാണല്ലോ കൂടുതൽ. അപ്പോൾ നിങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് വേണം അതിന് ചെയ്യാൻ. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ശരിക്കും കേൾക്കണം. എനിക്ക് മെയിനായിട്ട് ഈ വീഡിയോ അല്ലാണ്ട് നിങ്ങളുടെ അഭിപ്രായം, ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിനുള്ള അഭിപ്രായം, ഞാൻ മൈൻക്രാഫ്റ്റായിട്ട് മാത്രം ഒതുങ്ങണോ അതോ ഡിഫറെൻറ്റ് ടൈപ്പ് കണ്ടന്റ് ചെയ്യണം? ഇപ്പോൾ ഈ PC കിട്ടിയിട്ട് ഏകദേശം എനിക്ക് 5 മാസത്തോളമായി. ഈ 5 ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലം എന്നില്ലെങ്കിൽ ഞാൻ കണക്ക് കിട്ടില്ല. കാരണം മൊബൈലിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല. ഇനി എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ലാത്ത അവസ്ഥ മൊബൈലിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ എനിക്ക് PC കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസത്തോളമായി. PC അല്ല, സിസ്റ്റം. ഓക്കെ, ലാപ്പ് കിട്ടിയിട്ട് ഏകദേശം 6 മാസമായി. അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ 6 മാസം കൊണ്ട് തന്നെ ഒരു മീഡിയം ലെവൽ ഗ്രോത്ത് ആണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം യൂട്യൂബിൽ എനിവേ. കാരണം വെച്ചാൽ നമുക്ക് ഒന്നും അറിയില്ല. കാരണം നമുക്ക് എങ്ങനെ ഒരു തമ്പയിൽ ഉണ്ടാക്കണം എന്നറിയില്ല, നമുക്ക് എങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടാക്കണം എന്നറിയില്ല, നമുക്ക് എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ഇപ്പോഴും ഞാൻ അതിലൊക്കെ നല്ല രീതിക്ക് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. പക്ഷേ അതിലെല്ലാത്തിലുള്ള ബേസിക് നോളജ് ഇപ്പം എനിക്കുണ്ട്. എനിവേ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പ്രതീക്ഷിക്കണേ ഇതുവരെ നിങ്ങൾ ചെന്നിട്ടുള്ള സപ്പോർട്ടൊക്കെ എനിക്ക് ഇനിയും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണേ. ഈ മൈൻക്രാഫ്റ്റ് ഓഡിയൻസിനെ കൊണ്ട് ഈ ടൈപ്പ് കണ്ടന്റ് മാത്രം ടോളറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും, എല്ലാം നമ്മൾ ചെയ്ത് നോക്കും. ഓക്കെ, എനിവേ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾ വരും വീഡിയോസ് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളുടെ താല്പര്യം ഉണ്ടോ നിങ്ങൾ നോക്ക്. ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിലോ പറയാൻ വെച്ചാൽ നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് തോന്നുന്നു. പിന്നെ എനിക്ക് ലൈവ് സ്ട്രീം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ. എനിക്ക് ഏകദേശം ലൈവ് സ്ട്രീമിങ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. പിന്നെ എന്താ വെച്ചാൽ ഇനി കുറച്ചിൻ്റെ സിസ്റ്റമൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏത് സ്കില്ല് പഠിക്കണം എന്നുണ്ടെങ്കിലോ ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് സ്കില്ല് പഠിക്കാവുന്നുള്ളൂ. എല്ലാത്തിൻ്റെയും ടോപ്പ് ക്രിയേറ്റേഴ്സ് ഓൾറെഡി വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ലൈവ് സ്ട്രീമിൽ ഓഡിയൻസിന് കുറച്ചും പാടെ പാടേക്കാരം. ലോങ് ഫോം കണ്ടന്റിനെക്കാളും കുറച്ചും പാടെ പാടേക്കാരം. നമുക്ക് ലോങ് ഫോം കണ്ടന്റ് ഇടയിലായിട്ട് ഈ സ്ട്രീമിംഗ് എന്ന സംഭവം നമുക്ക് കൊണ്ടുപോവാണ്. പിന്നെ അതാ 2025 ഇപ്പോൾ കഴിയാനായി. ഇതിപ്പോൾ 2025 സംതിങ് December 7 സംതിങ് ആയിട്ടായി ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കേട്ടോ. ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ കൊല്ലം കഴിയാനായി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ 2026 നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇത് ഓരോ സമയം ന്യൂ ഇയർ ആവാനായല്ലോ. ഇനിയിപ്പോൾ ഓരോ സ്ലോഗനം എടുക്കുമല്ലോ. ഞാൻ ഫിറ്റ് ബോഡിയാക്കും, ഞാൻ എന്താ കാര്യം ചെയ്യും, ഞാൻ എന്താ കാര്യം ചെയ്യുന്നത്. ഒന്നും നടക്കലുമില്ല. പക്ഷെ ഇക്കൊല്ലം അങ്ങനെ ആവരുത്, നമുക്കെല്ലാം ചെയ്യണം. ഓക്കെ, ഈ കൊല്ലം നമ്മൾ ഇയർ ആക്കണം, ബെസ്റ്റ് ഇയർ ആക്കണം 2026. ഓക്കെ, ഒരു ക്രിയേറ്റർ എന്നുള്ള നിലക്ക് ഈ 2026 എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും, അത്ര ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് പറയുകയാണെങ്കിൽ മൈൻക്രാഫ്റ്റ് ഓഡിയൻസ് കിട്ടില്ല ഇനി ലോയലായി ഒരു ഭയങ്കര ഇൻ്റലിജൻറ്റ്. എനിവേ, നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. നെക്സ്റ്റ് വീക്ക് തന്നെ ഏകദേശം ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാവും, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ശരി, കാണാം, നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ശരി.